ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ദൈവത്തിന് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പറയാനുള്ളത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ? അതിനി ഒരു കുശവന്റെ കുടിൽ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നത് എത്ര പ്രയാസമേറിയ കാര്യമാണ്. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിനക്ക് അരുളപ്പാട് തരുമെന്ന ദൈവത്തിന്റെ വാക്കുകേട്ട് യാത്ര തുടങ്ങിയതാണ് യിരെമ്യാവ്. പക്ഷേ കുശവന്റെ കുടിലെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിലൊരു കുശവന്റെ കഷ്ടപ്പാടിനെ മനസ്സിലായത്. വൃത്തികെട്ട ചേറിനെ സ്നേഹിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ കുശവനെന്ന് അന്നാണ് മനസ്സിലായത്. ചെളിയും ചേറും നിറഞ്ഞ മണ്ണ് കൊണ്ടുവന്ന് അത് വെടിപ്പാക്കി കുഴച്ച് കുശവന്റെ ചക്രത്തിലേക്ക് വെക്കുമ്പോഴേക്കും ശരീരം മുഴുവൻ അഴുക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കുശവൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം മുൻപിലിരിക്കുന്നത് ചേറിയും ചെളിയും ഒന്നുമല്ല, മറിച്ച് കുശവന്റെ സ്വപ്നങ്ങളാണത് മുഴുവൻ. കുശവന്റെ മാത്രം മനസ്സിൽ രൂപം കൊള്ളുന്ന സങ്കല്പത്തിന്റെ പ്രതിഫലനമാണ് അവനുണ്ടാക്കുന്ന ഓരോ കളിമൺപാത്രവും. കണ്ടെത്തിയതും വെടിപ്പാക്കിയതും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴിച്ച് ചക്രത്തിൽ വെച്ചതുമെല്ലാം കുശവന്റെ മനസ്സിലെ സങ്കല്പം പൂണിയാനാണ്. അതിനിടയിൽ എന്നെ ഇങ്ങനെയാക്കി മാറ്റണമെന്ന് പറയാൻ കളിമണ്ണിന് എന്ത് യോഗ്യത? പക്ഷേ ചക്രം കറങ്ങിത്തുടങ്ങിയപ്പോഴാണ് കുശവന്റെ മനസ്സിന്റെ വിശാലമായ സങ്കല്പത്തെക്കുറിച്ച് ബോധ്യമായത്. ചക്രത്തിന്റെ വേഗവും കുശവന്റെ ആഗ്രഹവും തിരിച്ചറിയാതെ പോകുന്ന ചില മൺപാത്രങ്ങൾ ഇടയ്ക്ക് വെച്ച് ഉടഞ്ഞു പോകും. അല്ലെങ്കിലും പലപ്പോഴും ചില കളിമൺപാത്രങ്ങൾ അങ്ങനെയാണ്. സൃഷ്ടാവിന്റെ ആഗ്രഹത്തെ തിരിച്ചറിയാതെ ഇടയ്ക്ക് വെച്ച് ഉടഞ്ഞു പോകും. എന്നാൽ കുശവന്റെ വിശാലതയിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറിവരും. കാരണം ഉടയുന്നതിനെയൊക്കെ ഉപേക്ഷിക്കുക എന്നത് കുശവന്റെ ശീലമല്ല, മറിച്ച് താൻ കഷ്ടപ്പെട്ട് തന്റെ കൈകളാൽ നിർമ്മിച്ചെടുത്ത ഈ പാത്രം ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ളതാകണം എന്നതാണ് കുശവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തൻ്റെ സങ്കല്പങ്ങളെയും ആഗ്രഹങ്ങളെയും എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റാൻ കുശവൻ തയ്യാറാണ്. ചക്രത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കളിമൺപാത്രത്തിൽ കുശവന്റെ ഒരു പരിശോധനയുണ്ട്. എവിടെയെങ്കിലും പൊട്ടലോ വിള്ളലോ തകർച്ചയോ ഉണ്ടെങ്കിൽ കയ്യിലെ പലക ഉപയോഗിച്ച് അടിച്ച് കുറവുകൾ പരിഹരിക്കും. ചവിട്ടുമടിയും ഒക്കെ കൊണ്ട് തീച്ചൂളയിലൂടെ കടന്നു പോകുന്നത് ഒരു വിലയുമില്ലാതിരുന്ന മണ്ണിനെ വിലയുള്ള മനോഹരമായ പാത്രമാക്കാനാണ് എന്ന തിരിച്ചറിവ് കളിമൺ പാത്രത്തിന് ഇല്ലാതെ പോയാൽ പിന്നെ അതിന് ശോഭ എവിടെ? ജീവിതത്തിൽ നേരിടുന്ന തകർച്ചകളും അടികളും വേദനകളും തീച്ചൂളയുടെ അനുഭവങ്ങളും മറ്റൊന്നിനും വേണ്ടിയല്ല, മറിച്ച് ഒരു വിലയുമില്ലാതിരുന്നതിനെ മൂല്യമേറിയതാക്കി തീർക്കാൻ ആണെന്ന ബോധ്യം വെറും കളിമണ്ണായി നമുക്കുണ്ടായേ പറ്റൂ. ഏറ്റവും മികച്ച കുശവന്റെ കയ്യിലെ കളിമൺ പാത്രമായ നമ്മുടെ ജീവിതത്തിലെ പൊട്ടലുകളും വിള്ളലുകളും പരിഹരിക്കുവാൻ അവകാശം ആ കുശവന് മാത്രം. പരിഭവിക്കാതിരിക്കുക, പിറുപിറുക്കാതിരിക്കുക, ഒരു നാൾ വിലയുള്ളതാകുമെന്ന ബോധ്യത്തോടെ മുന്നോട്ടു പോവുക. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. ഇഷ്ടമാം രൂപം എനിക്കേകു എന്നാഥ, എന്നെ നീ മെനഞ്ഞെടുത്തു നിൻ തിരുക്കരവിരുതാൽ. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ നാഥ,